അപ്പോൾ ഈ 2 പോയിന്റിൽ ഷാർപ്പ് എഡ്ജ് വരും മോഡുലസ് ഫംഗ്ഷൻ. അല്ലെങ്കിൽ ആ ക്രിട്ടിക്കൽ പോയിന്റ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. മോഡ് എക്സിന് അറ്റ് എക്സ് ഈക്വൽ ടു 0 ബി ഷേപ്പ് വരുന്നതെങ്കിൽ ഇവിടെ -3-ലും 2-ലും ആയിരിക്കും വരുന്നത്. ഈ 2 പോയിന്റിൽ ഷാർപ്പ് എഡ്ജ് വരുന്നത് കൊണ്ട് നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. കണ്ടിന്യൂസ് ആണ്, ബട്ട് ഇറ്റ് ഈസ് നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. x-2 × x-1. ഇതിനകത്ത് ക്രിട്ടിക്കൽ പോയിന്റ് ടേണിങ് വരുന്നത് ഫസ്റ്റ് ഫാക്ടർ 0 കൊടുത്താൽ x ഈക്വൽ ടു 2, ഇത് 0 കൊടുത്താൽ x ഈക്വൽ ടു 1. അപ്പോൾ 2-ലും 1-ലും ഷാർപ്പ് എഡ്ജ് വരും, കോർണർ പോയിന്റ് വരും. ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും ഡിഫറെൻ്റ് ആവും, സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. ഇവിടെ കയറി വന്നിട്ട് x⁻6 പകരം 1 - y⁻6 കൊടുക്കും. -x⁻6 ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് y⁻6 - 1/y⁵ എഴുതിയിട്ട് സെക്കൻഡ് ഓപ്ഷൻ മാർക്ക് ചെയ്യും. ഇങ്ങനെ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയേക്കൂല്ലേ. ഡയറക്റ്റ് ഡിഫറൻസിയേഷനിലൂടെ പോയാലും കുഴപ്പമില്ല കേട്ടോ, ആൻസർ കിട്ടും. ഞാൻ ഇനിയിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, ആൻസർ കിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് കുറേ തീറ്റ അതൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ ഈ പണി അങ്ങ് മാറ്റിയത്.